എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ആദ്യം നമുക്ക് അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കാം. എന്നിട്ട് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുന്നതെന്നും മനസ്സിലാക്കാം. ഹിന്ദിയിൽ 33 വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത്. ക, ഞാനിവിടെ മലയാളത്തിലും എഴുതി വച്ചിട്ടുണ്ട്. ക, ഖ, ഗ, ഘ, ങ. ക, ഖ, ഗ, ഘ, ങ. ഇവിടെ ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും സോഫ്റ്റായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതേപോലെ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും കുറച്ച് ഹാർഡായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫിഫ്ത്ത് ലൈന് നോർമലായിട്ട് ഉച്ചരിക്കാം. ക, ഖ, ഗ, ഘ, ങ. ഇവിടെ ങ എന്നുള്ള അക്ഷരം ഇന്ത്യയിലെ നോർത്ത് സൈഡിൽ ചിലയിടങ്ങളിലൊക്കെ അങ്, അങ്ങ എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട്. അടുത്തത് ച, ഛ, ജ, ഝ, ഞ. ച സോഫ്റ്റായിട്ട് ഉച്ചരിക്കുക, ഛ ഹാർഡായിട്ട് ഉച്ചരിക്കുക. ജ സോഫ്റ്റായിട്ട്, ഝ ഹാർഡായിട്ട്, പിന്നെ ഞ. ട, ഠ, ഡ, ഢ, ണ. ത, ഥ, ദ, ധ, ന. പ, ഫ, ഭ, ഭ, മ. ക, ക എന്ന അക്ഷരം കൊണ്ടുള്ളൊരു വേർഡാണ് കബൂത്തർ. കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാവ്. ഖ, ഖർഗോഷ്. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. ഗ, ഗംല. ഗംല എന്ന് പറഞ്ഞാൽ പൂച്ചട്ടി. ഘ, ഘർ. ഘർ എന്ന് പറഞ്ഞാൽ വീട്. പിന്നെ ങ. ച, ചമ്മച്ച്. ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണ്. ഛത്തരി. ഛത്തരി എന്ന് പറഞ്ഞാൽ കുട. ജ, ജഹാജ്. ജഹാജ് എന്ന് പറഞ്ഞാൽ കപ്പൽ. ജ, ജണ്ട. ജണ്ട ഫ്ലാഗ്. പിന്നെ ഞ. ട, ടമാട്ടർ. ടമാട്ടർ തക്കാളി. ടട്ടേര. ഠ, ടട്ടേര. ടട്ടേര എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഒക്കെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് ടട്ടേര. ടട്ടേര എന്നാണ് പറയുന്നത്. കോപ്പർ സ്മിത്ത്. ഡ, ഡമരു. ഢ, ഢോലക് ചെണ്ട. ഡമരു എന്ന് പറഞ്ഞാൽ ഈ ഡ്രം, ചെറിയ ഡ്രം. പിന്നെ ഢോലക് ചെണ്ട. പിന്നെ ണ, ഹിരൺ. ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ. ത, തോത്ത. തോത്ത തത്ത. ഥ, താലി. താലി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്. ദ, ദവാത്ത് മഷിക്കുപ്പി. ധ, ധനുഷ്. ധനുഷ് എന്ന് പറഞ്ഞാൽ വില്ല്. ന, നൽ ടാപ്പ്. നൽ എന്ന് പറഞ്ഞാൽ ടാപ്പ്. പ, പതംഗ് അതായത് കൈറ്റ്, പട്ടം. ഫ, ഫൽ. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. ബ, ബക്കരി ആട്. ഭ, ഭാലു കരടി. മ, മച്ചലി. മച്ചലി എന്ന് പറഞ്ഞാൽ മത്സ്യം. അടുത്ത അക്ഷരം യ, യജ്ഞ. യജ്ഞ എന്ന് പറഞ്ഞാൽ യജ്ഞം. ര, രഥ് രഥം. ല, ലട്ടു. ലട്ടു എന്ന് പറഞ്ഞാൽ പമ്പരം. വ, വനസ്പതി അതായത് സസ്യം അല്ലെങ്കിൽ ചെടി. ഷ, ഷൽജം. ഷൽജം എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റബിളാണ്. ബീട്രൂട്ടൊക്കെ പോലെയുള്ള വെജിറ്റബിളാണ്. ഷ, ഷട്കോൺ. സ, സപ്പേര. സപ്പേര എന്ന് പറഞ്ഞാൽ പാമ്പാട്ടി എന്നാണ് അർത്ഥം. ഇവിടെ പിക്ചർ തെറ്റായി കൊടുത്തതാണ്. പാമ്പാട്ടി അതായത് പാമ്പിനെ കുഴലൂതി വശത്താക്കുന്ന ആൾ, സ്നേക്ക് ചാർമർ. ഹ, ഹാത്തി. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. നമുക്കൊരിക്കൽ കൂടെ വ്യഞ്ജനാക്ഷർ വായിച്ചു നോക്കാം. ക, ഖ, ഗ, ഘ, ങ. ച, ഛ, ജ, ഝ, ഞ. ട, ഠ, ഡ, ഢ, ണ. ത, ഥ, ദ, ധ, ന. പ, ഫ,
ബ ഭ മ. യ ര ല വ ശ ഷ സ ഹ. അടുത്തത് കൂട്ടക്ഷരങ്ങളാണ്. സംയുക്ത വ്യഞ്ജൻ. ക്ഷ. ഇതെന്താണ് വായിക്കുന്നത്? ക്ഷ. ക്ഷത്രിയ. ത്ര ത്രിശൂൽ. ത്ര. ഗ്യ. നമ്മൾ മലയാളത്തിൽ ജ്ഞാനി എന്നാണ് പറയാറ്, ഉച്ചരിക്കാറ്. ഹിന്ദിയിൽ ജ്ഞാനി എന്നാണ് ഉച്ചരിക്കാറ്. ശ്രമിക്ക എന്ന് പറഞ്ഞാൽ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ. ശ്രമിക്ക. ഇത് 4 കൂട്ടക്ഷരങ്ങൾ ഹിന്ദിയിലെ സംയുക്ത വ്യഞ്ജൻ. 3 ലൈൻ കോപ്പിയോ അല്ലെങ്കിൽ 5 ലൈൻ കോപ്പിയോ ഉണ്ടെങ്കിൽ എഴുതി പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് ആദ്യം ക എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിലേക്ക് വളച്ചിട്ട് റൈറ്റിലേക്ക് അങ്ങനെ വളച്ചെഴുതുക. ഇവിടെ ടച്ച് ചെയ്യേണ്ട, ഇത്രയും മതി. ക. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ, ഈ 3 ലൈനും ടച്ച് ആവുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് നടുവിലേക്ക് വന്നിട്ട് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ റൈറ്റിലോട്ട്. സ്ട്രെയിറ്റ് ലൈൻ, ലെഫ്റ്റ്, റൈറ്റ്. മനസ്സിലായില്ലേ? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് വന്നിട്ട് നടുഭാഗത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വളച്ചിട്ട് പിന്നെ റൈറ്റിലോട്ട്. ക. ഇനി ഖ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഖ. ഇങ്ങനെ വരയ്ക്കുക. ഒരു ലൈനിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ. ഇനി ഗ. ഇങ്ങനെ ആദ്യത്തെ 2 ലൈനിലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ 3 ലൈനിലും കൂടെ ടച്ച് ചെയ്തിട്ട് വരയ്ക്കുക. മുകളിൽ വരയ്ക്കുക. ഗ. ഇങ്ങനെ വരയ്ക്കുക. ലൈൻ മുകളിൽ വരയ്ക്കുക. ഗ. ഇങ്ങനെ ലൈൻ വരയ്ക്കുക. മുകളിൽ വരയ്ക്കുക. അടുത്തത് ഘ. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനൊരു വളച്ച് വരയ്ക്കുക. പിന്നീട് ഇങ്ങനെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. മുകളിൽ വരയ്ക്കുക. അടുത്തത് ങ. ചെറിയൊരു ലൈൻ വരച്ചിട്ട് പിന്നെ എസ് പോലെ ഇങ്ങനെ വളച്ച് കൊടുക്കുക. ഇവിടെ ബിന്ദു. ചെറിയ ലൈൻ വരയ്ക്കുക. എസ് പോലെ എഴുതിയിട്ട് ഇങ്ങനെ വളച്ച് കൊടുക്കുക. ഇവിടെ ബിന്ദു ഇട്ട്. ച എങ്ങനെ എഴുതാം? ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ വളച്ച് വരയ്ക്കുക. എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ. ചെറിയ സ്ലീപ്പിംഗ് ലൈൻ വളച്ച് കൊടുക്കുക. സ്റ്റാൻഡിങ് ലൈൻ. ച ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ച. ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. ഇങ്ങനെ വളയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ. ജ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ജ.
ഇനി ഈ എഴുതിയിട്ട് ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ മുകളിൽ വരയ്ക്കുക. ഈ എഴുതുക, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ മുകളിൽ വരയ്ക്കുക. ഈ ചെറിയ സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ മുകളിൽ വരയ്ക്കുക. അടുത്തത് ഇങ്ങനെ വരച്ചിട്ട് സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ. അടുത്ത അക്ഷരം ട എങ്ങനെയാണ്? ഇങ്ങനെ ചെറിയൊരു സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ വളച്ച് വരയ്ക്കുക, സി പോലെ വരയ്ക്കുക. അടുത്തത് ഠ, ചെറിയൊരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ സീറോ പോലെ വരച്ചെടുക്കുക. ഡ അങ്ങനെ എഴുതുക, ചെറിയൊരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ എസ് പോലെ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. ഡ ഇനി ഢ അങ്ങനെ എഴുതാം. ണ ഇങ്ങനെ യു പോലെ വരയ്ക്കുക, സ്റ്റാൻഡിംഗ് ലൈൻ ണ. യു പോലെ വരയ്ക്കുക, സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. ത എങ്ങനെ എഴുതാം? സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇങ്ങനെ. അടുത്തത് ഥ, ഇവിടെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചിട്ട് അടുത്തത് അക്ഷരം ദ. അടുത്ത അക്ഷരം ധ. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ. അടുത്തത് ന. പ. ഫ എങ്ങനെ എഴുതാം?
സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ. ബ ഭ അടുത്തത് മ. യ ര ല. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇങ്ങനെ ല. അടുത്തത് വ. ഷ. 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 സ. ഹ. ഇനി സംയുക്ത അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്ഷ. ക്ഷ. ത്ര. ലൈൻ വരച്ച് ത എഴുതിയിട്ട് ഇങ്ങനെ ത്ര. അടുത്തത് ഗ്യ. ഹിന്ദിയിൽ ഗ്യ എന്നാണ് ഉച്ചരിക്കുന്നത്. ലൈൻ വരച്ചു ജ പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഗ്യ. അടുത്തത് ശ്ര.